ഹലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫാൻ ഷോ കഴിഞ്ഞിട്ട് രാവിലെ 4 മണിക്ക് വന്നതാണ്. ഫാൻ ഷോ കഴിഞ്ഞിട്ട് ഞങ്ങൾ എമ്പുരാൻ്റെ ഫാൻ ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളിത് റിവ്യൂ പറയാനൊന്നുമല്ല, ഞങ്ങൾക്ക് റിവ്യൂ ഒന്നും അറിയില്ല. ഞങ്ങൾ ജസ്റ്റ് ഫാൻ ബോയ്സാണ്. എന്തായാലും കിഡിലം പടമായിരുന്നു, അൽപൊളി പടമായിരുന്നു, അൽപൊളി പടം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലയോ? പൃഥ്വിരാജ് സാറ് പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ ഇതില്ലേ, പൃഥ്വിരാജ് എന്താണോ പറഞ്ഞത് അത് തന്നെ. ഇത് സ്റ്റാൻഡ് അലോൺ പടമാണ്. ഇത് മറ്റേ ലൂസിഫർ കണ്ടില്ല, ഈ പടം കണ്ടാലും മതി, കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. ഞങ്ങളൊരു സ്പോയിലറും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഞെട്ടും, സർപ്രൈസസ് ഒക്കെ ഒത്തിരി ഉണ്ട്. നിങ്ങളെല്ലാവരും ഒരു കൂട്ടത്തിൽ എല്ലാവരും വന്ന് ആഘോഷിച്ചിരുന്ന് കാണണം ഈ പടം. കൈയൊക്കെ കൊട്ടി എല്ലാവരുടെ കൂടെ ചേർന്നിരുന്ന് കാണണം പടമൊക്കെ, ഇല്ലയോ? എന്താ പറയാനുള്ളത്? നല്ല സിനിമയാണ്, അതേ പറയുള്ളൂ. സർപ്രൈസ്ഡായോ? ഒരു ചെറിയ ക്ലൂ ഉണ്ടായിരുന്നു. തോന്നി. എല്ലാവരും കേരളത്തിലെ ഇത് ആദ്യമേ ഒരു ഇൻ്റർനാഷണൽ പടം പോലെ, അതൊക്കെ നിങ്ങളിപ്പോൾ പത്രത്തിലും ടി വിയിലേക്ക് കണ്ടു കാണും. ഹോളിവുഡ് ലെവലാണ് ആദ്യത്തെ ലെവലൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ ഇൻ്റർവെൽ കഴിഞ്ഞാൽ അൽപൊളിയാണ്, ഒരു രക്ഷയില്ല. എന്താ തോന്നി? പടം കിടിലം, തിയേറ്റർ വാച്ചാണ്. പിന്നെ ട്വിസ്റ്റസ് ഉണ്ട്, അത്യാവശ്യം കാണേണ്ടതാണ് എല്ലാവർക്കും. അത് സർപ്രൈസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലവർ ഇപ്പം ഫസ്റ്റ് ഷോ കഴിഞ്ഞു, ഇപ്പം പുറത്തെ ലീക്കാവും. പക്ഷെ എന്നാലും കിടിലമായിരിക്കും, കാണാണ്. തിയേറ്റർ വിട്ട് നിങ്ങൾ അല്ലാതെ കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മിക്സ് ഇതാവും. ആരും പറയരുത്, പണ്ടവരാരും പുറത്ത് പറയരുത്, ആരും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടരുത്, ആരും ഒരു കാര്യവും ചെയ്യരുത്. നിങ്ങൾ ഫ്രഷായിട്ട് പോയി, ഞങ്ങളുടെ കൂട്ടത്തിൽ ട്രെയിലർ പോലും കാണാതെ വന്ന് കണ്ടവരുണ്ട് ഈ പടം. അത്രയ്ക്ക് രസമായിട്ട്. എന്താ പറയുക? അടിപൊളിയായിരുന്നു. ട്വിസ്റ്റ് ഉണ്ട്, നല്ല ട്വിസ്റ്റ് ഉണ്ട്, അടിപൊളി എഡിറ്റിംഗ് എല്ലാം അടിപൊളി സീൻ. മോഹൻലാലിനെ എങ്ങനെയാണോ നിങ്ങൾ കാണാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെയാണ്, ഒരു രക്ഷയില്ലാതെ അങ്ങ് കാണിച്ച് അങ്ങ് പൊലിപ്പിച്ചേക്കുവാണ്. അപ്പോൾ കിടിലം പടമാണ്. നിങ്ങൾ മോഹൻലാൽ തന്നെ പറയുന്ന പോലെ, എന്താ ഇതുവരെ കണ്ടതെല്ലാം പൊഴി, ഇനി കാണുന്നതാണ് നിജം എന്ന് പറയുന്ന പോലെയാണ് കിടിലം പടം. ലോകേഷ് രജനീകാന്തിന് വേണ്ടി ഫാൻ ബോയ് പടങ്ങൾ ഉണ്ടാക്കുന്ന പോലെയും, അതുപോലെ പേട്ട ഉണ്ടാക്കിയതുപോലെയും, പേട്ട ഉണ്ടാക്കിയതുപോലെയൊക്കെ ഈ പടവും കിഡിലം ഫാൻ ബോയ് പടം തന്നെയാണ്. പൃഥ്വിരാജ് അറിഞ്ഞങ്ങ് ഉണ്ടാക്കിയേക്കുക. എല്ലാവരും പോയി കാണുക, കൂട്ടത്തിൽ പോയി കാണുക, കൈകൊട്ടി കാണുക. ഓക്കെ, ബൈ.